ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ വീട്ടിൽ നിൽക്കാമെന്ന് പറഞ്ഞ് പോയിട്ട് തിരിച്ചു വന്നു ഗൈസ്. കാര്യം അവിടെ വെള്ളമില്ല ഗൈസ്. എനിക്ക് വെള്ളമില്ലാതെ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കിണറ്റിലും വെള്ളമില്ല, കിണറ്റിൽ വെള്ളം ഉണ്ടായിരുന്നു ഞാൻ പിന്നെ നിന്നേനെ. സോ ഇവിടെ നമുക്ക് ഇവിടെ ആകുമ്പോൾ ആവശ്യമാണ്, ആവശ്യത്തിന് വെള്ളമുണ്ട് എന്ന് പറഞ്ഞാൽ അനാവശ്യത്തിനുണ്ടെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് എന്നോട് കുറച്ചല്ല 1-2 ആൾക്കാർ ചോദിച്ചു കുട്ടിക്ക് എന്താണ് തിങ്കൾ എന്ന് പേരിട്ടതെന്ന്. തിങ്കൾ എന്ന പേര് ഒരു വെറൈറ്റി പേരല്ലേ ഗൈസ്. കാര്യം ഞങ്ങൾ ആദ്യമേ തന്നെ ഒരു പെൺകുട്ടികളുടെ പേര് മാത്രമേ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആൺകുട്ടികളുടെ പേര് കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു പെൺകുട്ടിയായിരിക്കുമെന്ന്. അപ്പോൾ ഫസ്റ്റ് മന്തിലൊക്കെ കണ്ടുപിടിച്ച പേര് ജാനകി എന്നായിരുന്നു. പിന്നെ ഒരു 3rd മന്തൊക്കെ ആയപ്പോഴത്തേക്ക് ചേട്ടൻ ഇങ്ങനെ ചുമ്മാ പറഞ്ഞു നമുക്ക് തിങ്കൾ എന്ന പേരിട്ടാലോ എന്ന്. പക്ഷേ എൻ്റെ മനസ്സിൽ ഇഷ്ടപ്പെട്ട പേര് നിഹാരിക എന്നതായിരുന്നു. ആ ടൈമിലാണ് ലൂക്ക സിനിമയൊക്കെ ഇറങ്ങിയത്. ബേസിക്കലി ഐ ആം എ ടോവിനോ ഫാൻ. പക്ഷേ ആ സിനിമയിൽ ആ നടിയുടെ പേര് നിഹാരിക എന്നായിരുന്നു. നല്ല പേരല്ലേ ഗൈസ്. അപ്പോൾ നിഹ എന്ന് വീട്ടിലേക്ക് വിളിക്കാറ്. പക്ഷേ ഞാൻ ഈ പേര് പറഞ്ഞിട്ട് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാനും ഈ പേര് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ തിങ്കളിലങ്ങ് ഉറപ്പിച്ചു. പക്ഷേ തിങ്കൾ എന്ന പേരിട്ടത് കൊണ്ട് തന്നെ 2 ചോദ്യങ്ങൾ ഞാൻ എപ്പോഴും നേരിടുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം, തിങ്കളാഴ്ചയാണോ ജനിച്ചത്? രണ്ടാമത്തെ ചോദ്യം, ചൊവ്വയും ബുധനും ഒന്നുമില്ലേ? ഇനി തിങ്കൾ ഭാവിയിൽ ഇവിടെയൊക്കെ വലിയ കുട്ടിയാകുമ്പോൾ കൂട്ടുകാരിൽ നിന്ന് എന്തെല്ലാം ഈ പേരിന് കളിയാക്കലുകൾ നേരിടേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ഈ പേര് ഇഷ്ടമാണെങ്കിലും പുറമേ എനിക്ക് ഈ പേര് ഇഷ്ടമല്ല. കേൾക്കുന്ന എല്ലാവർക്കും ഈ പേര് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ബൈ ദ വേ ഇന്ന് ചൂര മീനാണ് ഗൈസ്. ചൂരയാവുന്നത് കൊണ്ട് തന്നെ ഉള്ളിയിട്ടാണ് ചൂര വയ്ക്കുന്നത്. മീൻ വയ്ക്കുന്നത് അമ്മയാണ്. അപ്പോൾ ബാക്കി പരിപാടികളൊക്കെ ഞാൻ നോക്കി കിച്ചണൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ചൂര വയ്ക്കുന്നത്. കാരണം എല്ലാ വീട്ടിലും ആദ്യമേ വയ്ക്കുന്നത് മീനായിരിക്കും. പക്ഷെ നമ്മളിവിടെ ഏറ്റവും ലാസ്റ്റാണ് മീൻ വയ്ക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ തണുപ്പ് ഞങ്ങൾ തലേ ദിവസമേ മീൻ മേടിച്ച് വെച്ചേക്കും. അപ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ മാറി വരുമ്പോഴത്തേക്ക് എങ്ങനെയായാലും ലേറ്റാവും. ഞാൻ ഉള്ളിൽ 2 ഇളക്കൊക്കെ ഇളക്കിയിട്ട് ഭയങ്കര ചൂടാണല്ലോ അകത്ത്. ഞാൻ പിന്നെ പുറത്തു പോയിരുന്നു. ഞാൻ പ്രതിലിപിയിൽ കഥ വായിക്കും. നിങ്ങൾ വായിക്കുമ്പോൾ ഗൈസ് കഥ അതിലെൻ്റെ ഏറ്റവും ഫേവറേറ്റ് റൈറ്ററാണ് അപരിചിതയും പിന്നെ ആതിരയും. അപ്പോൾ അതിനുശേഷം ഞാൻ പിന്നെ കുറച്ച് മാങ്ങയൊക്കെ തിന്നു. ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന മാങ്ങയാണ്. മാങ്ങ തീർന്നപ്പോൾ പിന്നെ കുറച്ച് ജാമ്പയ്ക്ക് തിന്നാന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ജാമ്പയ്ക്കൊക്കെ കഴിച്ച് അവിടെ അങ്ങനെ ഇരുന്നു. ശരിക്കും പറഞ്ഞാൽ വെളിയിൽ കാറ്റും കൊണ്ടൊക്കെ ഇരിക്കാൻ എന്ത് സുഖമാണ്. അകത്തിരിക്കുന്നതിനെക്കാട്ടി സുഖം വെളിയിലാണ്. അപ്പോഴത്തേക്ക് പിന്നെ മീൻ കറിയൊക്കെ റെഡിയായി ഗൈസ്. പിന്നെ ഞാൻ മീൻ കറിയും ചോറൊക്കെ കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓക്കെ ബൈ ഗൈസ്. നിങ്ങൾ അവിടെയൊക്കെ എന്ത് മീനാണെന്ന് കമൻറ്റ് ഇടുക ഗൈസ്.